എന്തൊക്കെയുണ്ട് മുമ്പാൽ എന്തൊക്കെയുണ്ട് പരിപാടി. ഞാൻ ഇത്ര ആളും ചെയ്തോണ്ടെന്ന് വെച്ചാൽ ഒരു ഓഫീസ് ജോബ് വേണ്ട. ഇപ്പം ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പണ്ടത്തെ ജോലി എന്ന് പറഞ്ഞാലേ ഭയങ്കര ബോറിങ് ആയിരുന്നു. അതായത് എല്ലാ ദിവസവും ചെയ്യണ കാര്യങ്ങൾ തന്നെ എല്ലാ ദിവസവും ചെയ്തോണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് അത്ര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാനൊരു ഒറ്റ ബുദ്ധിക്ക് ജോലി മാറിയതാണ്. ബാഗൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ആ വള്ളിയിലാണ്ടൊക്കെ കൊണ്ടുപോകണം. ആൾക്കാർ കയറുന്നത് ആ പടിയിലാണ്. ഇതിപ്പോൾ ആ ചേട്ടൻ ഇറക്കാണ്ട് വന്നേ. ഞങ്ങളുടെ ബസ്സിൽ വേറെ അപ്പുറത്ത് മാറി ആങ്കറേജ് കിടക്കണേ. അപ്പോൾ പുള്ളി ഇവിടെ ഇറങ്ങും, ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോകുള്ളൂ. ഞാനും എൻ്റെ ഒരു സൂപ്രണ്ടൻ്റും ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ ജോലിയൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു ഇത്ര എക്സൈറ്റിംഗ് ആണ്. കണ്ട ബസ്സിൽ കുറച്ച് അഡ്വഞ്ചർ ഒക്കെ ഒരു ഇന്നർ ചൈൽഡിൻ്റെ സാറ്റിസ്ഫൈ ചെയ്യണ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ കുറേ പ്രാവശ്യം നമ്മുടെ അടുത്ത് ചേട്ടന്മാരെ കടലിൽ പോയി മീൻ പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴാണൊന്ന് പുറംകടലല്ല എന്നാലും ഞാൻ പറഞ്ഞത് ആങ്കറേജ് കിടക്കുന്ന ബസ്സിൽ പോകണമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. ജോലി മാറിയത് അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. അതായത് ഇറഗുലർ ടൈമിംഗ് ഒക്കെയാണ് ഇപ്പം. അതായത് നമ്മൾ കൂടുതൽ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും, കൂടുതൽ ആൾക്കാരുടെ പെരുമാറാൻ വേണ്ടി പറ്റും, കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ശരി, ഞാൻ എൻ്റെ ബസ്സിൽ പോട്ടെ, വേറൊരു വീഡിയോ കാണാം.